ഇതൊരു ശിവരാത്രി തലേ ദിനമാണ്. പുരാനിട്ട് എനിക്ക് നല്ല മൂക്കടപ്പുമുണ്ട്. നാട്ടിൽ ശിവരാത്രി ഒന്നും ആഘോഷിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ശിവരാത്രി വ്രതം എടുക്കണമെന്നൊക്കെ തോന്നിയതും ഭക്തി മാർഗത്തിലേക്ക് എത്തിയതും. നാട്ടിലൊന്നിൻ്റെയും വില മനസ്സിലാക്കില്ലല്ലോ. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും വൃത്തിക്ക് ചെയ്യുക. അതുകൊണ്ട് ഞാൻ കുറച്ച് തുടച്ചു റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പോയി ഫ്രഷായി നേരെ വിളക്കൊരുക്കി. നാട്ടിൽ ഞാനും ചേട്ടനുമാണ് കേട്ടോ വിളക്കൊരുക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും നല്ല മടിയായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഇവിടെ സമയം കിട്ടുന്നത് പോലെയൊക്കെ ഞാൻ ഒരുക്കും. നാട്ടിലുള്ള എല്ലാ ദൈവങ്ങളും ഇവിടെ ഇല്ലെങ്കിലും ആവശ്യത്തിന് കുറച്ച് പേര് ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എപ്പോഴൊക്കെ നാട്ടിൽ പോയാലും ഞാൻ ഓരോരുത്തരായിട്ട് കൊണ്ടുവരും. അങ്ങനെ ഇതൊരു ചെറിയ പൂജാമുറിയാക്കി എടുത്തു. എപ്പോഴും ഇവരോട് ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞ് ഇവരെയും വെറുപ്പിക്കും. ഞാനും ഹാപ്പി, ഇവരും ഹാപ്പി. അത് കഴിഞ്ഞ് വിളക്ക് കത്തിച്ചു, അങ്ങോട്ടങ്ങ് പ്രാർത്ഥിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ലിസ്റ്റ് എഴുതി എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി അങ്ങ് കൊടുത്തു. നടക്കുമോ നടക്കില്ല, ഒരു മാനിഫെസ്റ്റേഷനാണ്. അത് കഴിഞ്ഞ് റൂമിൽ ചെന്നു, കുറച്ച് ക്യാൻഡിൽസൊക്കെ അങ്ങ് കത്തിച്ചു. പ്രകാശവും സുഗന്ധവും ഒക്കെ അങ്ങ് പരത്തി. ശിവരാത്രി അല്ലേ, താഴെ പോയി എനിക്ക് വേണ്ട കുറച്ച് ഫുഡും കഴിച്ചു. ഗോതമ്പ് ദോശ നേടിയിട്ടുണ്ടോ? ഗോതമ്പ് ദോശ വിത്ത് ശർക്കര ആൻഡ് തേങ്ങയായിരുന്നു. നമുക്ക് നമ്മളെ മെയിൻ ടാസ്ക്, ഉറങ്ങരുത് ഉണ്ണി ഉറങ്ങരുത് ശിവരാത്രി. മാക്സിമം ഉണർന്നിരുന്നു. ബുക്ക് വായിച്ച് കിട്ടിയ ഒരു ഉറക്കമുണ്ടല്ലോ, അപ്പം തന്നെ നേരെ അടച്ചു വെച്ചു. ദൈവത്തിനെ അങ്ങ് വിളിച്ചു. തിന്നാ കുടിക്കുക ഉറങ്ങുക എന്നാണല്ലോ, അതിൽ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ബാക്കി രണ്ട് ഞാൻ ചെയ്തു. ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരിക്കും, ബട്ട് ഞാൻ 3 മണി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ശിവരാത്രിയും കംപ്ലീറ്റ് ചെയ്തു. യെസ്, ചത്തുപോയാലും ചുമഞ്ഞു പോകണം. ഒന്നും നോക്കിയില്ല, പോയി കുളിച്ചു ഒരുങ്ങി. അമ്പലക്കുട്ടിയെ നേരെ ഞാൻ അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ പോയി ദൈവത്തിനെയൊക്കെ കണ്ടു, ശിവേട്ടനെ കണ്ടു, സന്തോഷമായി. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. ഇനി ഒന്ന് വിശ്രമിക്കാം. ബായ്.